അങ്ങനെ മുകുന്ദേട്ടൻ പോയി. ഇതേ ഇനി അമ്മ തന്നെ ശരണം. അപ്പം വീട്ടിൽ പോയിട്ട് അമ്മേൻ്റെ കൈയും കാലും പിടിച്ച് അമ്മേനെയും കൊണ്ടുവരണം. ചേച്ചീൻ്റെ വയലിരിക്കുന്നത് കേക്കും വേണം. ഏട്ടൻ ലീവിന് വന്നാൽ തന്നെ അപ്പം തന്നെ അമ്മ ഓടും കേട്ടോ. കാരണം ഇനിയിപ്പോൾ മരുമകനുണ്ടല്ലോ, അപ്പം പിന്നെ ഞാൻ എന്തിനാന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ദിവസം അവിടെ പോയി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ അങ്ങോട്ട് പോവേ. ഏട്ടൻ പോയതും പിന്നെ അമ്മ ഇങ്ങോട്ട് തന്നെ ഞാൻ കൊണ്ടുവരും കേട്ടോ. കാരണം മക്കൾ ഇവിടെ ഒറ്റയ്ക്കല്ലേ, സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാനും ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾ ഒറ്റയ്ക്കായതുകൊണ്ട് പിന്നെ വേറെ ആരും ഇല്ലാത്തത് കൊണ്ടും അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലേ. നമ്മുടെ അച്ഛനും അമ്മയുള്ള കാലമൊക്കെ സ്വർഗ്ഗമാണ്. അത് കഴിഞ്ഞാലൊക്കെ പിന്നെ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അതിപ്പോൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം നമ്മുടെ അച്ഛൻ്റെ നഷ്ടം എത്രത്തോളം വലുതായിരുന്നു എന്ന് ഞങ്ങൾ ഇപ്പോഴാണ് ഞാനും ചേച്ചിയും ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അതെല്ലാം. അപ്പം അങ്ങനെ ഇതേ ഞാൻ വീടെത്തിട്ടോ. അപ്പം നമ്മുടെ കാളിയാവ് റെയിൽവേ സ്റ്റേഷനാട്ടോ. അവിടെ പാലം പണിയൊക്കെ നടക്കുന്നുണ്ട്. അവിടെ കുറച്ച് നേരം നിന്നു, ട്രെയിനൊക്കെ പോകേണ്ടതുകൊണ്ട്. പിന്നെ അങ്ങനെ വീടെത്തി. ചമ്പയ്ക്കും മാതളങ്ങയൊക്കെ കേട്ടോ ഞാൻ ഇത് കാണിച്ചു തരുന്നത്. ഇതൊന്നും പഴുത്തിട്ടില്ല. പഴുത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പറിച്ച് കവറിലാക്കിയേനെ കേട്ടോ അമ്മ. പിന്നെ കഴിഞ്ഞ തവണ വന്നിട്ട് ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ കൊണ്ടുപോയതുകൊണ്ട് ഇപ്രാവശ്യം അധികമില്ല. എന്നാലും അമ്മ ഒരു വലിയ ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ചക്കവറ്റൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് അങ്ങനെ ഒരു ചന്ദ്രേട്ടൻ്റെ തട്ടുകട, നമ്മുടെ ആ ഒരു എന്താ പറയുക, കാളികാവ് പാലമൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ഒരു സ്പേസ് ഉണ്ട്, അവിടെയാണ് കേട്ടോ അത്. അപ്പോൾ ചന്ദ്രേട്ടൻ്റെ തട്ടുകടയിൽ നിന്ന് നല്ല പരിപ്പ് വടിയും നല്ല ചായയും കുടിച്ചിട്ട് ഞങ്ങളങ്ങനെ നേരെ വീട്ടിലോട്ട് പോയിട്ടാണ്. കാരണം കുഞ്ഞാറ്റ ഏകദേശം ഒരു 2 മണിയാകുമ്പോഴേക്കും കുഞ്ഞാറ്റ എത്തും. അപ്പോൾ പിന്നെ ഞാൻ അമ്മേനെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് ഇതേ കുട്ടീനെ വെയിറ്റ് ചെയ്ത് റോഡരികിൽ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലോട്ട് വണ്ടി വരില്ല, ഈ റോഡിലോട്ട് വരണം എങ്കിലാണ് അവളെ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങോട്ട് ഉള്ളിലോട്ട് അവർ വരില്ല എന്നാണ് പറഞ്ഞിട്ട്. അപ്പോൾ ഇതേ കുഞ്ഞാറ്റ എത്തി. ബാക്കിയുള്ള പിള്ളേരൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഇവൾക്ക് ഒരു ഉറക്കമില്ല, എൻ്റെ ദൈവമേ. അമ്മമ്മ വരുന്നത് കുഞ്ഞാറ്റയ്ക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അമ്മമ്മേനെ കണ്ടത് അവൾ ആകെ അന്തം വിട്ട് പെരിച്ചാഴി പോലെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ ബൈ ബൈ, സീ യു.